ഏകത്തിൻ്റെ പേരിൽ എറണാകുളം തട്ടിപ്പ്. ഏകം ചാനലിൻ്റെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിലക്ക്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫവർ ജോഷി പൊതുവ അച്ഛൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന പ്രസ്താവന ഒന്ന് വായിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2022 മെയ് മാസം സ്ഥാപിതമായ സോഷ്യൽ മീഡിയ അപ്പസ്റ്റോലേറ്റിൻ്റെയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഏകം മീഡിയയുടെയും ഡയറക്ടറായി ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛനെ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് നിയമിച്ചിരിക്കുകയാണ്. അതിൻ പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സോഷ്യൽ മീഡിയ ചാനലായ ഏകം മീഡിയയുടെ പ്രവർത്തനം 2024 ഡിസംബർ 17 മുതൽ ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. ഏകം മീഡിയയുടെ സമാനമായ പേരുകൾ ചേർത്തും അതിരൂപതയുടെ ഔദ്യോഗിക മുദ്രയിലും ചാനൽ ലോഗോയിലും കൃത്രിമത്വം വരുത്തിയും അതിരൂപതയുടേതെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ചാനലുകൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണജനകമായ വാർത്തകളും സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരായ പ്രബോധനങ്ങളും ചർച്ചകളും പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്ക് ഏകം മീഡിയയുമായി ബന്ധമില്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു. അതിരൂപതയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്നും പിന്മാറേണ്ടതാണ്. നിയമവിരുദ്ധമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരും വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരും പിന്മാറാത്ത പക്ഷം അവ നിയമവിരുദ്ധമായി തന്നെ കണക്കാക്കി കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വളരെ നാളായി നാം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതുമായ കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പ്രസ്താവനയും തീരുമാനവും. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക മാധ്യമ വേദി തന്നെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയ്ക്ക് കടിഞ്ഞാണിടാൻ സഭ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും ഈ തീരുമാനം ഗംഭീരമായിരിക്കുന്നു. നുണകൾ, തട്ടിപ്പുകൾ, വ്യാജരേഖ ഇതൊക്കെയാണല്ലോ വിമത പ്രവർത്തകരുടെ മുഖമുദ്ര. അത് പൊളിച്ചടക്കാൻ തന്നെയാണ് സഭ ഉറച്ചിരിക്കുന്നത്. ശക്തമായി നടപടികളുമായി മുന്നോട്ട് പോകുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബോസ്കോ പിതാവിനും കൂരിയായിക്കും വീണ്ടും അഭിനന്ദനങ്ങൾ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വീണ്ടും വീണ്ടും സമൃദ്ധമായി ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഈ അതിരൂപതയുടെ ഔദ്യോഗിക മാധ്യമം എന്ന നിലയിൽ ഇങ്ങനെ ഒരു മുഖംമൂടിയിട്ട് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഏകം മീഡിയ. നമ്മൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു നടപടി മുൻപേ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഇപ്പോഴാണ് ചങ്കുറപ്പുള്ള ഒരു കൂരിയ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഈ കോപ്പിറൈറ്റ് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കുറ്റമാണ്. ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ, നയൻതാരക്കെതിരെ ഒരു കേസ് നടക്കുന്നുണ്ട്. 10 കോടിക്കാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, കോപ്പിറൈറ്റ് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്, വലിയ ശിക്ഷയുമുണ്ട്. അപ്പോൾ ഇത് ഒരു പിന്മാറാത്ത പക്ഷം കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ഏതായാലും മുന്നോട്ട് പോകട്ടെ. വളരെ ശക്തമായി തന്നെ സഭ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാം. പ്രാർത്ഥനയായിട്ടും പിന്തുണയായിട്ടും എല്ലാവരും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയെ പരിഹരിക്കാനായിട്ട് സഭാ നേതൃത്വവും കൂരിയായും എടുക്കുന്ന എല്ലാ നടപടികൾക്കും എല്ലാ തരത്തിലും പിന്തുണ അറിയിക്കുന്നു. പ്രാർത്ഥന സഹായം നേരുന്നു. ഉപവാസമായിട്ടും തപസ്സായിട്ടും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.